ഇന്ന് രാവിലെ എണീറ്റപ്പോഴൊന്നും വീഡിയോൻ്റെ യാതൊരു ഓർമ്മയില്ല. പകുതി ആയപ്പോഴേ ഓർമ്മ. അന്നേരം പോയി ട്രൈപോഡും ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ എടുത്ത്. പിന്നെ ഇന്ന് രാവിലെ കഴിക്കാൻ ഞങ്ങൾക്ക് അപ്പം മുട്ടക്കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് വേണം ഇനി ഉച്ചക്കത്തേക്ക് റെഡിയാക്കാൻ. പിന്നെ ചിക്കൻ വറുത്ത ചട്ടിക്കകത്ത് തന്നെ ഇട്ട് കണ്ടാണ് ഞാൻ ഉള്ളി വാട്ടിയെടുക്കുന്നത്. ഉള്ളി നല്ലപോലെ വാടി കിട്ടണം. കാരണം നമ്മൾ ചിക്കനൊക്കെ വറുത്ത് വെച്ചാൽ ചിക്കൻ കടായിക്ക് കൊച്ചുള്ളിയും സവാളയും കൂടെ ഞാൻ എടുത്തിട്ടുള്ളത്. അവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് വാടി കിട്ടട്ടെ. ശകലം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വാട്ടിയെടുക്കുക. അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും. ഇത് പിന്നെ ഇന്നലേക്ക് രാത്രി കൊഞ്ച് റോസ്റ്റായിരുന്നു. അതിൻ്റെ ഉള്ളി കുറച്ച് ബാലൻസ് വന്നു. അത് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത്. പിന്നെ റുബക്കുഞ്ഞ് അവൾ കഴിച്ച പാത്രമാണ് കേട്ടോ കഴുകുന്നത്. നിങ്ങൾ വിചാരിക്കും കുഞ്ഞിനെ കൊണ്ട് പാത്രം കഴുകിപ്പിക്കണം. അവർ കഴിച്ച പാത്രം, അവരുടെ ഡ്രസ്സ്, അവരുടെ ടൈം ടേബിൾ, അവർ കിടക്കുന്ന ബെഡ്, അതൊക്കെ നീറ്റാക്കാൻ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെപ്പോഴും അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അതേപോലെ തനിയെ കുളിക്കാനൊക്കെ. കാരണം നമ്മളൊന്ന് പനിച്ച് കിടക്കുക എന്തെങ്കിലുമൊക്കെ ആഴ്ച കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവർ സ്വയം ചെയ്യുമ്പോൾ അതിൻ്റെതായൊരു വൃത്തികേടൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ. എന്നാലും അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഞാനതേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനും മുളകും പൊടിക്ക് പകരം കാശ്മീരി ചില്ലിയാണ് ഇവിടെ. ആ മുളകേ ഉള്ളൂ കേട്ടോ. നമ്മൾ മറ്റേ മുളക് ഇവിടെ വേങ്ങാറില്ലേക്കുക. അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും എരിവിന് പിന്നെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതിന് കുരുമുളകാണ്. പിന്നെ തക്കാളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ ഉള്ളി ഒന്ന് നല്ലപോലെ അതിന് ആ മസാലകളൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ. അതിന് ശേഷം നമുക്ക് ചിക്കൻ വറുത്തത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മധുരത്തിന് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനകത്തേക്ക് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിനി മൂടി വെച്ച്. പക്ഷെ മല്ലിയില ഇവിടെ ഇല്ലായിരുന്നു. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സ്കിപ്പ് ചെയ്യാതെ കാണുക. ലൈക്കും കമൻറ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം. നമുക്ക് ഗീ റൈസും കൂടെ ഒന്ന് ഉണ്ടാക്കണം. അപ്പം പിന്നെ ഉള്ളിയൊക്കെ വാട്ടി അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക, ഗ്രാമ്പു, പട്ടയൊക്കെ ഇട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച്, ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ട്. ഇപ്പം എന്താവുക, മഴ ഒന്ന് തോർന്നിരിക്കുന്ന ഒരു ടൈമാണ്. നല്ല മഴയാണല്ലേ ഇപ്പോൾ. അങ്ങനെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുഞ്ഞുങ്ങൾക്ക് അതൊന്ന് എടുത്തു കൊടുക്കണം. ആദ്യം കുക്കറിൽ നിന്ന് അങ്ങ് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ പിന്നെ ചോറങ്ങ് കുറച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കും. നമ്മൾ കുക്കറിൽ വെച്ചാൽ അത് ആ സമയം തന്നെ നമ്മൾ മാറ്റിയെടുക്കണം. ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ചോറെടുത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.